ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ തന്നെ കേട്ടാ ചായയൊക്കെ വെക്കണം. ചായയൊക്കെ കുടിച്ചാൽ നമുക്ക് രാവിലെ ഒരു ഉഷാറ് കിട്ടുക. അപ്പം അതൊക്കെ കഴിഞ്ഞത് നീർദോശ ഉണ്ടാക്കിട്ടാ. നീർദോശ എന്ന് പറയുമ്പോൾ എനിക്ക് സിനാൻ്റെ ഓർമ്മ എനിക്ക് വരാം. എൻ്റെ അനിയന് അവർക്ക് ഇഷ്ടമല്ല നീർദോശ. നീർക്കാക്ക ആണല്ല എന്നൊന്നും പറയുക അവന്. അപ്പം അതിൻ്റെ ഇടയിൽ നാളികേരമൊക്കെ ചെരുക്കിട്ടാ. ആൾക്ക് എൻ്റെ അനിയക്കെന്ന് വെച്ചാൽ നീർദോശ ഇഷ്ടമല്ല, ഉപ്പുമാവ് ഇഷ്ടമല്ല, പുട്ടും ഇഷ്ടമല്ല. അത് അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നിട്ടാ. അപ്പം നാളികേര ചെറിയുന്ന എനിക്ക് ഇന്നലത്തെ വീഡിയോ ആണ് ഇത്. അപ്പം ഇന്നാണ് ഞാൻ അപ്ലോഡ് ആക്കണത്. ഇന്നലെ എനിക്ക് ചില പറഞ്ഞ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊണ്ടുപോകണതേ, പൊതിച്ചോറ്. അപ്പം അതിൻ്റെ തിരക്കുണ്ട്. അപ്പം ഇന്ന് ഞങ്ങളെ വീട്ടിൽ നിന്നാണ് ഉണ്ടായത് പപ്പായാണ്. അപ്പം അത് മുറിച്ചപ്പോൾ അതേ ആകെ പഴുത്തിട്ടുണ്ട്. വല്ലാണ്ട് പഴുത്തിട്ടില്ല. പക്ഷെ നമുക്ക് മോര് കാച്ചാനൊക്കെ ഭയങ്കര ഇങ്ങനത്തെ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് മോര് കാച്ചാനായിരുന്നു കേട്ടോ. അപ്പം അടിപൊളി മോര് കാച്ചിയതൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ മെഡിക്കൽ കോളേജിന് ഇങ്ങനെ വരും ഓർഡർ എല്ലാ വീട്ടിൽ നിന്നൊക്കെ. അപ്പം പണ്ട് ഇതുപോലെ ഉമ്രയ്ക്ക് പോയപ്പോൾ ഞാനും കൊടുത്തത് മാത്രമേ ഉണ്ടായുള്ളൂ. വാപ്പയുണ്ടായിരുന്നു. പക്ഷേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ബീവിത്താടെ അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അവരുടെ മക്കൾ നബീസത്ത് അവൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടാ. പാവം അത് കുറേ എൻ്റെ കൂടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ചില ഒറ്റക്ക് ആണല്ല. അപ്പോൾ ഒറ്റക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൾ ചെയ്ത് തന്ന് അങ്ങനെ. പിന്നെ അന്ന് സ്കൂളിലൊക്കെ പഠിക്കണ സ്കൂളല്ല, ഞാൻ ഒരു കോളേജിലായിരുന്നു ലിഫത്തിൽ പഠിച്ചിട്ടുണ്ടായ സമയത്ത്. അപ്പം കോളേജിലേക്കും പോകണമല്ലോ. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ അവൾക്കും പോകണം ക്ലാസ്സിന്. ആ സമയത്തും അവൾ ഇതുപോലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അതിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കണം. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ നല്ല എനിക്ക് വേറെ ഇഷ്ടമാണ് പൊതിച്ചോറ്. പണ്ടൊന്നും സ്കൂളിലൊക്കെ കൊണ്ടുപോകുമല്ലോ. ഇവിടെ എൻ്റെ അനിയനൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കൊണ്ടുപോകണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനും കൂടെ എനിക്ക് ഒരെണ്ണം വേണം. ആ വാലോടൊരു പാട്ടുമ്പോഴൊരു മണം ഉണ്ടല്ലോ, നല്ല ആ മണം ചോറ് കഴിക്കുമ്പോഴായാലും എനിക്കിങ്ങനെ പഴങ്കഞ്ഞി അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് കൂടുതൽ. അപ്പം അതൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഇത് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കിച്ചൺ. അതൊരു വലിയ ടാസ്ക് തന്നെയാണല്ലേ. എന്നാലും എനിക്ക് ഇഷ്ടമുണ്ട് ആ ക്ലീനിങ്. എനിക്ക് കൂടുതലിഷ്ടം കുക്കിങ്ങിനേക്കാളൊക്കെ. അപ്പം എന്തൊട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ്, പഴങ്കഞ്ഞിയാണോ ഇഷ്ടം, പൊതിച്ചോറാണോ ഒക്കെ പറയട്ടാ. അപ്പം നല്ല തിരക്ക് പിടിച്ച സമയമായിരുന്നു ഇന്നലെ. രാവിലെ തന്നെ വേഗം രാവിലെ വേഗം എനിക്കാറുണ്ട്. കാരണം വാപ്പാക്ക് പിന്നെ നിസ്കാരമൊക്കെ ഉണ്ടല്ലോ അതിനിടയിൽ. അതൊന്നും പിന്നെ കാണിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് വാപ്പാക്ക് രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ അതൊന്നും ചെയ്യണം അങ്ങനെ. അപ്പം അതൊക്കെ അതിൻ്റെ പണിയിലാണ്. അപ്പം പൊതിച്ചോറിൻ്റെ ഇതിൻ്റെ പണി വേറെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കുന്നുണ്ട് കേട്ടുമ്മ. അപ്പം അതിൻ്റെ ഇടയിൽ ചോറൊക്കെ ആയിട്ടുണ്ട്. എനിക്കിഷ്ടം കേട്ടോ നീർദോശ, നല്ല ടേസ്റ്റിനൊക്കെ. പാലും കൂട്ടി കഴിച്ചില്ലെങ്കിലും വെറുതെ തിന്നാൻ ടേസ്റ്റ്. പുളി അവിടെ ഉണ്ടെന്ന് വെച്ചാൽ പുളി തറവാട്ടിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ഉണക്കാൻ വേണ്ടി വെച്ചേക്കണം അടുപ്പിൻ്റെ അവിടെ. അപ്പം അതിൻ്റെ ഇടയിൽ മോരൊക്കെ കാച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചമ്മന്തിക്കുള്ളത് കാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ താളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ശരിക്കും എനിക്ക് അങ്ങോട്ട് എല്ലാം കൂടി അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതേ വാഴലൊക്കെ ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ വാഴല കേട്ടോ. അതൊക്കെ കൊണ്ടുവന്ന് കുറേയൊക്കെ കഴുകി. ഞങ്ങൾക്ക് അഞ്ചെണ്ണമാണ് പറഞ്ഞേക്കണം എല്ലായിടത്തും. ഇഷ്ടമുള്ള കൊടുക്കാം. പിന്നെ ഞങ്ങൾ 5 എന്നാണ് പറഞ്ഞത് അങ്ങനെ. അപ്പം അതൊക്കെ ഇതേ കഴുകി വൃത്തിയാക്കണ്, വാട്ടണ്. അപ്പം ഉണ്ടാവുന്നൊരു മണവും ഒക്കെ കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മൾ പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണല്ലോ. അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ വരും. അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടമൊക്കെ വറക്കണ്ടാവും. പപ്പടം ഇല്ലാണ്ട് പിന്നെ എന്തല്ലേ. എനിക്ക് ആദ്യം ഇഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ പപ്പടം. പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം. അപ്പം ഞാനിങ്ങനെ കഴിക്കാനിരുന്നപ്പോൾ ആളാണ് എനിക്ക് ഇതിങ്ങനെ പഠിപ്പിച്ചാൽ ഇത് ഇങ്ങനെ കൂട്ടി പഠിക്കാനൊക്കെ.
പിന്നെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി തുടങ്ങി. പിന്നെ അതേ ഇലയൊക്കെ നിവർത്തി വെച്ചിട്ടുണ്ട് ചോറൊക്കെ ഇടാൻ. അപ്പോൾ അതേ ചോറൊക്കെ വിളമ്പണം. എന്താ ടേസ്റ്റായിരുന്നു. ഞാൻ ഇന്നലെ എനിക്ക് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടേ. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. അത് പയർ വെച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ വിളമ്പിയത്. വെള്ളച്ചമ്മന്തി അതായിരുന്നു. പിന്നെ അങ്ങ് മോരൊക്കെ കാച്ചിന്, അതിങ്ങനെ ഒലിച്ച് പോവുമല്ലോ. അപ്പം അതിൽ ഞങ്ങൾ കുഞ്ഞി പാത്രത്തിലിട്ടാണ് വെച്ചത്. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ പൊതിച്ചോറ്. അപ്പം ഇന്നലെ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതേ, മെഡിക്കൽ കോളേജിലേക്ക്. അപ്പം അതിൻ്റെ ആണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും, ബൈ ബൈ.